ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ക്രിസ്തുനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. രാത്രിയിൽ നല്ല ഉറക്കത്തെ തന്ന് പുലർക്കാലത്തിൽ നമ്മെ വിളിച്ചു നിർത്തിയ വലിയവനായ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും അവയിലെ സകലവും സൃഷ്ടിച്ചതായ പിതാവായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുവാൻ നമുക്ക് ലഭിച്ചതായ പുലർക്കാലത്തിനും പകൽക്കാലത്തിനുമായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പുലർക്കാലത്തിൽ നമുക്കൊന്നിച്ച് ചിന്തിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം അനുസരണത്തിന് അബ്രഹാമിൻ്റെ വലിയ മാതൃക എന്നതാണ്. അതിനാധാരമായി ഒരു വേദവാക്യം നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ഒരിക്കൽ കൂടി വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ നമുക്ക് അബ്രഹാമിൻ്റെ അനുസരണയെക്കുറിച്ച് നമുക്ക് അല്പമായിട്ടൊന്ന് ചിന്തിക്കാം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 1 മുതൽ നമ്മൾ താഴോട്ട് വാക്യങ്ങൾ പഠിക്കുമ്പോൾ അവിടെ കാണുന്നത്, ദൈവം അബ്രഹാമിനെ പരീക്ഷിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അബ്രഹാമെ എന്ന് വിളിക്കുന്നു. അപ്പോൾ അബ്രഹാം പറയുന്നു, ഞാനിതാ എന്ന് അബ്രഹാം വിളി കേൾക്കുന്നു. അപ്പോൾ ദൈവം പറഞ്ഞു, നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ മോറിയ ദേശത്തുള്ള ഒരു മലയിൽ കൊണ്ടുചെന്ന് യാഗം കഴിക്ക എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം പറഞ്ഞു, അബ്രഹാം അത് അക്ഷരം പ്രതി അനുസരിക്കാൻ പോവുകയാണ്. അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റ് 2 ബാല്യക്കാരെയും ഇസഹാക്കിനെയും വിളിച്ചു കൂട്ടി കോപ്പ് കെട്ടിയ കഴുതപ്പുറത്ത് ഹോമയാഗത്തിനുള്ള വിറക് കീറിയത് എടുത്ത് അടുക്കി വെച്ചുകൊണ്ട് യാത്ര പുറപ്പെടുകയാണ്. ദൈവം കൽപ്പിച്ച പ്രദേശത്ത് ചെന്നു. സ്ഥലം അടുക്കാറായപ്പോൾ ബാല്യക്കാരെ ദൂരദേശത്ത് നിർത്തിയിട്ട്, കഴുതയുമായി ഇവിടെ കാത്തിരിക്കുക, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാമെന്ന് പറഞ്ഞു. അങ്ങനെ വിറകും കത്തിയും തീയും എടുത്ത് ഇസഹാക്കിനെയും കൂട്ടി ആ മല കയറുകയാണ്. പോകുന്ന വഴിയിൽ അപ്പനും മകനും ഇങ്ങനെ പോകുന്ന വഴിയിൽ മകൻ അപ്പനോട് ചോദിച്ചു. ആദ്യം അപ്പ എന്ന് വിളിച്ചു. അപ്പോൾ അപ്പൻ വിളി കേട്ടു. മകൻ അപ്പനോട് ചോദിക്കുക ഒരു സംശയം. തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെ എന്ന് ചോദിച്ചു. അപ്പോൾ അബ്രഹാം മറുപടിയായി പറഞ്ഞത്, ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് പറഞ്ഞു. അബ്രഹാമിൻ്റെ ആ വിശ്വാസം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കവിടെ മനസ്സിലാക്കണം. അങ്ങനെ യാഗപീഠം ഒരുങ്ങി വിറകിന്മീതെ മകനെ കിടത്തി അറുക്കുവാനായി അബ്രഹാം കത്തിയിന്മേൽ പിടിച്ചു. ഉടനെ അബ്രഹാമിനെ ദൈവം വിളിച്ചു, അബ്രഹാമേ അബ്രഹാമേ. അപ്പോൾ അബ്രഹാം മറുപടി പറഞ്ഞു, ഞാനിതാ എന്ന്. അപ്പോൾ ദൈവം പറയുകയാണ്, ബാലൻ്റെ മേൽ കൈവെക്കരുതെന്ന് കൽപ്പിച്ചു. നിന്റെ പുത്രനെ തരുവാൻ നീ മടി കാണിക്കാത്തത് കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ദൈവം അവിടെ പറഞ്ഞു. അബ്രഹാം തലപൊക്കി നോക്കി. ഒരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ കുരുങ്ങിയ രീതിയിൽ തൊട്ടടുത്ത് നിൽക്കുന്നത് കണ്ടു. അവൻ ആ ആട്ടുകൊറ്റനെ കൊണ്ടുവന്ന് യാഗം കഴിച്ചു. അവിടെ വെച്ച് യഹോവ അബ്രഹാമിന് വാഗ്ദത്തം ചെയ്യുകയാണ്, നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും, നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് അനുഗ്രഹിച്ചു. ഈ വാഗ്ദത്തം അബ്രഹാമിൻ്റെ അനുസരണത്തിന് കിട്ടിയ പ്രതിഫലമാണ്. വിട്ടുവീഴ്ചയില്ലാതെ ദൈവത്തെ അനുസരിക്കുവാൻ അബ്രഹാമിന് മടിയില്ലായിരുന്നു. ദൈവത്തോട് തൻ്റെ സംശയം ചോദിച്ചില്ല. സ്വന്തം ഹൃദയത്തോട് ന്യായവാദം നടത്താൻ തുനിഞ്ഞില്ല. ദൈവം തൻ്റെ നീതിയും ന്യായവും നടത്തുമെന്ന് അബ്രഹാം അടിയുറച്ച് വിശ്വസിച്ചു. ദൈവത്തിൻ്റെ ആ ആജ്ഞയെ അക്ഷരം പ്രതി അവിടെ അനുസരിച്ചു. അബ്രഹാം ഒരു ഭൗമിക പിതാവായിരുന്നു. തൻ്റെ മകനെ യാഗമായി നൽകുവാൻ ഒരു പിതാവ് എത്രത്തോളം വേദനിക്കും, എത്രത്തോളം ദുഃഖം അനുഭവിക്കുമെന്ന് ദൈവത്തിനറിയാം. എങ്കിലും ദൈവം അബ്രഹാമിനോട് കൽപ്പിച്ചു. അബ്രഹാം അത് ചെയ്യുവാനായി ഒരുങ്ങി. അപ്പോൾ ഈ പിതാവായ ദൈവം ഒരു മഹാത്യാഗം ഈ ലോകത്തിന് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി നൽകിയിരുന്നു. ഈ ലോകത്തിന് വേണ്ടി മരണത്തിന് തൻ്റെ മകന് ഏകജാതനായ കർത്താവായ യേശുക്രിസ്തുവിനെ വിട്ടുകൊടുത്ത വലിയ സ്നേഹവാനായ പിതാവ് അനുഭവിച്ച ആ വേദനയുടെ ഒരു അംശമെങ്കിലും സ്വന്തം അനുഭവത്തിലൂടെ അബ്രഹാം മനസ്സിലാക്കണമെന്ന് പിതാവ് ആഗ്രഹിച്ചു. അബ്രഹാമിൻ്റെ ആ അനുഭവം വായിക്കുന്ന നമ്മളും അത് മനസ്സിലാക്കുക തന്നെയാണ് ചെയ്യുന്നത്. അതും പിതാവിൻ്റെ പദ്ധതി തന്നെ ആയിരുന്നു.
ദൈവത്തിൻ്റെ അനന്തമായ അനുകമ്പയ്ക്കും സ്നേഹത്തിനും അബ്രഹാമിൻ്റെ അനുഭവം വളരെ ശക്തമായ ഉദാഹരണമാണ്. അബ്രഹാമിൻ്റെ ആ വിശ്വാസം, മകനോട് പറഞ്ഞത് ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് പറഞ്ഞ അബ്രഹാമിൻ്റെ ആ വിശ്വാസം, അതുപോലെ തന്നെ ആ കാട്ടിൽ കുരുങ്ങിയ രീതിക്ക് അവിടെ ഒരു ആട്ടുകൊറ്റനെ കാണുവാനായിട്ട് സാധിച്ചു. ആ അടിയുറച്ച വിശ്വാസമാണ് നമ്മളിലും ഉണ്ടായിരിക്കേണ്ടത്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കില്ല എന്ന പ്രത്യാശയോടെ ഇന്നത്തെ ദിവസം നമുക്ക് ആരംഭിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഭക്തത്വങ്ങളിൽ വിശ്വസ്തനായ അടിയങ്ങളുടെ സ്വർഗ്ഗനില പിതാവേ, സ്തുതിക്കുന്ന നാഥ, ഈ നല്ല ദിവസത്തിനായി അടിയങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്ന നാഥ. പാപികളും ദോഷികളുമായ അടിയങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന പച്ചാ സ്തോത്രം. ഹല്ലേലൂയ. അടിയങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും ക്ഷമിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ യാചനകൾക്ക് കുറ്റങ്ങളും കുറവുകളും കർത്താവെ തടസ്സമാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ മേലുള്ള അനുഗ്രഹങ്ങൾക്ക് കർത്താവെ അവയൊരു തടസ്സമാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. പച്ചാ അടിയങ്ങളുടെ മേൽ ദയോടെ നോക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ യാചനയ്ക്ക് ചായച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പച്ചാ സ്തോത്രം. ഹല്ലേലൂയ. സ്വർഗ്ഗനില പിതാവേ, ഇന്നത്തെ ദിവസം കർത്താവെ സ്തോത്രം. പലവിധ ആവശ്യങ്ങൾക്കായി കർത്താവെ പലവിധ മേഖലകളിലേക്ക് കടന്നു പോകുന്നവരുണ്ട്. അപ്പച്ച പണികൾക്കായി ജോലിക്കായി പോകുന്നവരുണ്ട് കർത്താവെ സ്തോത്രം. വിദ്യാഭ്യാസത്തിനായി പോകുന്നവരുണ്ട് കർത്താവെ. അവരെയൊക്കെയും അവിടുത്തെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അവരെ സന്ദർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച സ്തോത്രം. അവർക്ക് സൗഖ്യം ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച സ്തോത്രം. വചനമയച്ച് അവരെ സൗഖ്യപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച. ഹല്ലേലൂയ. ദൈവം എല്ലാവർക്കും സമീപസ്ഥനാണ് എന്ന് കർത്താവെ അടിയങ്ങൾ വിശ്വസിക്കുന്ന അപ്പച്ച സ്തോത്രം. ഹല്ലേലൂയ. അടിയങ്ങളെ അങ്ങയുടെ വരവിനായി ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വവും ഞങ്ങൾക്കായി ജീവൻ വെടിഞ്ഞ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.